ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തിറങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ വലിപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, ശിമയോനെ സംബന്ധിച്ചോളം ശിമയോന് ഗലീലിയ കടലിനെ കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയാണ്. ഈ ഗലീലിയ കടലിനെ കുറിച്ച് ശിമയോൻ പത്രോസ്. ശിമയോൻ അവിടെ വള്ളം തുഴഞ്ഞ് വല വീശി മത്സ്യം പിടിച്ച് ജീവിച്ച വ്യക്തിയാണ്. ആ കടലിൻ്റെ മുക്കുമൂലയും ശിമയോൻ പത്രോസിന് അറിയാം. ശിമയോൻ കുടുംബം മത്സ്യം പിടിച്ച് വല വീശി, വള്ളം തുഴഞ്ഞ് വല വീശി മത്സ്യം പിടിച്ച് വിറ്റ് ഉപജീവനം നടത്തുന്ന കുടുംബമായിരുന്നു. കടലിലെ തിരമാലയിൽ വല വീശി മത്സ്യം പിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ജോലിയാണ്. അവർക്ക് എല്ലാ ദിവസവും വല വീശി ധാരാളം മത്സ്യം കിട്ടിയിരുന്നു. അന്നേ ദിവസം അവർക്ക് ഒന്നും കിട്ടിയില്ല. ആ കടലിനെ കുറിച്ചെല്ലാം അറിയാവുന്ന പത്രോസ് വല വീശിയിട്ടും ഒന്നും കിട്ടിയില്ല. വിശക്കുന്ന വയറും ക്ഷീണിച്ച ശരീരവുമായി ശിമയോൻ ഈശോയുടെ മുമ്പിലിരിക്കുക. ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വീണ വാക്കുകൾ അവനെ ആകർഷിച്ചു. ആ വാക്കുകളിലെ ദിവ്യശക്തി ശിമയോൻ തിരിച്ചറിഞ്ഞു. അതിനാൽ തന്നെ ശിമയോൻ തൻ്റെ ക്ഷീണവും വിശപ്പും എല്ലാം മറന്ന് ഈശോയുടെ അധരങ്ങളിൽ നിന്നുള്ള കേൾക്കുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ അവിടെ ഇരിക്കുക. ഈശോയ്ക്ക് മനസ്സിലായി ശിമയോൻ തൻ്റെ വചനങ്ങൾ കേട്ട് അവനിൽ മാറ്റങ്ങൾ ഉണ്ട് എന്ന് ഈശോ മനസ്സിലാക്കി. അവനിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവൻ്റെ ആത്മാവിലും മനസ്സിലും ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഈശോ മനസ്സിലാക്കി. ഈശോയുടെ പ്രസംഗം കഴിഞ്ഞ് ശിമയോന് വള്ളം കരയ്ക്ക് അടുപ്പിച്ചിട്ട് വേണം അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശിമയോൻ തൻ്റെ ശൂന്യാവസ്ഥയും തൻ്റെ വിശപ്പും ക്ഷീണവും കാര്യവും ബുദ്ധിമുട്ടും ഒന്നും ഈശോയെ അറിയിച്ചില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ അവനെ പരീക്ഷിച്ചറിഞ്ഞ ഒരുവൻ്റെ അകവും പുറവും അറിയാവുന്ന ഈശോ, അവൻ്റെ ഭൂതകാലവും ഭാവികാലവും അകവും പുറവും എല്ലാം അറിയാവുന്ന ഈശോ ശിമയോനെ പരീക്ഷിച്ചറിഞ്ഞു. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് ഈശോ അവനോട് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. തലേരാത്രി അവർ ഒത്തിരി അധ്വാനിച്ചു. ധാരാളം അധ്വാനിച്ചിട്ടും അവർക്ക് മത്സ്യങ്ങൾ ഒന്നും കിട്ടിയില്ല. മത്സ്യങ്ങളൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈശോ കടന്നു വരുന്നതും അവൻ്റെ വള്ളത്തിലേക്ക് കയറുന്നു. അങ്ങനെ ഈശോ വള്ളത്തിൽ കയറി വല വീശാൻ പറഞ്ഞു. അവർ വല വീശി അവർക്ക് ധാരാളം മത്സ്യം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈശോയെ സംബന്ധിച്ചിടത്തോളം മത്സ്യം പിടിച്ച് ഈശോയ്ക്ക് പരിചയമില്ല. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് തച്ചുശാസ്ത്രം മാത്രമേ അറിയത്തുള്ളൂ. പിതാവായ യേശോ പിതാവിൻ്റെ കൂടെ ആശാരിപ്പണി ചെയ്തുകൊണ്ട് തച്ചുശാസ്ത്രം മാത്രമേ ഈശോയ്ക്ക് അറിയത്തുള്ളൂ. മത്സ്യബന്ധനം ഈശോയ്ക്ക് അറിയത്തില്ല. മീൻ കിട്ടിയില്ലെങ്കിലും വലയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, അഴുക്കുകളെല്ലാം മാറ്റിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വീണ്ടും വല വീശാൻ വേണ്ടി വല ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഈശോയുടെ വചനങ്ങൾ കേട്ട ശിമയോൻ്റെ ഉള്ളിൽ ഈശോയോട് അതിര് കവിഞ്ഞൊരു താല്പര്യമുണ്ടായി. അപ്പോൾ ശിമയോൻ ഈശോയോട് പറഞ്ഞു, ലൂക്കാ 5:5, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്നാൽ നീ പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ വലയിറക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വാക്കുകൾക്ക് ഒരു ദിവ്യമായ ശക്തിയുണ്ടെന്ന് ഈ ശിമയോൻ പത്രോസ് തിരിച്ചറിയുകയാണ്.
ഈശോയുടെ വാക്ക് മാനിച്ച് ശിമിയോൻ തൻ്റെ വള്ളം കടലിലേക്ക് ആഴത്തിലേക്ക് നീക്കി വല വീശുകയാണ്. അപ്പോൾ അങ്ങനെ ഈശോ പറഞ്ഞതനുസരിച്ച് വല വീശിയപ്പോൾ ധാരാളം മീനെ കിട്ടി. വല നിറച്ച് മീൻ കിട്ടി. വല കീറാൻ തുടങ്ങി. അപ്പോൾ അവർ അടുത്ത വള്ളത്തിലുണ്ടായിരുന്നവരെ ഇങ്ങോട്ട് വിളിച്ച് കൂട്ടി ആ മത്സ്യം 2 വള്ളത്തിലായിട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് മത്സ്യത്തിൻ്റെ ആ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ പെരുപ്പ് കണ്ടിട്ട് ശിമിയോൻ പത്രോസ് ഈശോയോട് പറയുകയാണ്, ഈശോയുടെ കാൽക്കലേക്ക് വേണ്ടി പറയുക, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് ശിമിയോൻ പത്രോസ് ഈശോയുടെ കാൽക്കൽ വീണ് പറയുകയാണ്. അതിനുശേഷം ഈശോ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് ഈശോ ഈ ശിമിയോൻ പത്രോസിനോട് പറയുക. ലൂക്ക 5:11 പറയുന്നുണ്ട്, ശിമിയോൻ വള്ളം കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കടലില് തീരത്തോട് ചേർന്ന് മത്സ്യം പിടിക്കുക എളുപ്പമുള്ള പണിയാണ്. കാരണം തീരത്തോട് അടുക്കുമ്പോൾ വെള്ളം കുറവാണ്, ആഴം കുറവാണ്, അവിടെ തിരകൾ കുറവാണ്, അവിടെ വള്ളം തുഴയാൻ വലിയ ബുദ്ധിമുട്ടില്ല, വല വീശാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവിടെ കടലിന് ആഴം കുറവാണ്, അവിടെ തുഴയുന്നതും വല വീശുന്നതും വലിയ ബുദ്ധിമുട്ടില്ലാത്തതിന് കാര്യമാണ്. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, അവിടെ വല വീശിയാൽ വളരെ കുറച്ച് മത്സ്യം മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ആഴക്കടലിലേക്ക് വള്ളം തുഴഞ്ഞു പോകുമ്പോൾ അവിടെ തിരമാലകളിലൂടെ വള്ളം തുഴഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്, വല വീശാൻ ബുദ്ധിമുട്ടാണ്, അവിടെ ആഴം കൂടുതലാണ്, അപകടം ഉണ്ടാകാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ വള്ളം നഷ്ടപ്പെടാം, വല നഷ്ടപ്പെടാം, ജീവന് തന്നെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആഴത്തിലേക്ക് പോയി വലയിറക്കുമ്പോൾ അവിടെ ധാരാളം മത്സ്യങ്ങളെ കിട്ടും. മത്സ്യങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ അത് കരക്കടിപ്പിക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ടാകും. പെരുത്ത മീൻ കിട്ടിയതിൻ്റെ ഒരു വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ദൈവം ചിലപ്പോൾ നമ്മളോട് പറയും, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. നിങ്ങളോട് ചേർന്ന, പ്രിയപ്പെട്ടവരെ, ഈ തീരത്തോട് ചേർന്ന വരണ്ട ശുശ്രൂഷയല്ല നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുക. തീരത്തോട് ചേർന്ന വരണ്ട ശുശ്രൂഷയല്ല കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. ശുശ്രൂഷയ്ക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങുക, ശുശ്രൂഷകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അതിനുള്ള കൃപയും അഭിഷേകവും ദൈവം തൻ്റെ ജനത്തിന് തരിക തന്നെ ചെയ്യും. വചനത്തിൻ്റെ ആത്മാവിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ശുശ്രൂഷകൾ നടത്തുന്നത് ആഴക്കടലിലെ മത്സ്യബന്ധനം നടത്തുന്നത് പോലെ തന്നെയാണ്. പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഇതിലേക്ക് വളരെ ആവശ്യമാണ്. ദൈവകൃപ വളരെ ആവശ്യമാണ്. എല്ലാം വിട്ട് ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ച ശിമിയോൻ പത്രോസ് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവൻ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് കാണിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ശിമിയോൻ പത്രോസ് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000 പേർ സഭയിലേക്ക് ചേർന്നു. അപ്പോൾ അവിടെ വീണ്ടും അതിനുശേഷം ആൾക്കാർ സഭയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവത്തെ അവർ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. വീണ്ടും അംഗസംഖ്യ വർദ്ധിച്ചതനുസരിച്ച് വീണ്ടും 5000-ഓളമായി എന്നാ പറയുക. 5000-ഓളം പേർ സഭയിലേക്ക് ചേർന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനത്തിൻ്റെ അംഗസംഖ്യ സഭയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന പൗത്രോസ്ലീഹായുടെ ആ പ്രസംഗം കേട്ടിട്ട് സഭയിലേക്ക് വന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു എന്ന് ബൈബിള് രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കൈകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. പത്രോസ് പോകുന്ന വഴിയിൽ പത്രോസിന്റെ നിഴ വീണ സ്ഥലത്ത് തന്നെ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി അവർ സൗഖ്യം പ്രാപിച്ചു. മരിച്ചുപോയ തബീഥായെ പത്രോസ് ഉയർപ്പിച്ചു. സുന്ദര കവാടത്തിലിരുന്ന മുടന്തനെ പത്രോസ് വലത് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം പെന്തക്കോസ്തായുള്ള ശക്തി കൊണ്ടാണ്. ദൈവത്തിൻ്റെ ആ നോട്ടവും കൃപയും എല്ലാം കൂടി പത്രോസിലേക്ക് കടന്നു വന്നപ്പോഴാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോഴാണ് പത്രോസിന് ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വല വീശി ആത്മാക്കളെ കൂട്ടത്തോടെ നേടുവാൻ വിളിക്കപ്പെട്ട നമ്മളോരോരുത്തരും ഭാഗ്യവാന്മാർ തന്നെയാണ്. ദൈവം ഏൽപ്പിക്കുന്ന കാര്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് എല്ലാവർക്കും ശക്തിയും ബലവും നൽകട്ടെ. നമുക്ക് നഷ്ടപ്പെടുവാൻ ഇനി സമയമില്ല.
ഈശോയുടെ രണ്ടാം വരവ് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനായിട്ട് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് ചെയ്യാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.